നമസ്കാരം. വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പിൽ സമ്മതിദായക അവകാശം ഇന്നലെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി 23-ാം തീയതിയാണ് വയനാട്ടിലെ ജനങ്ങൾ കണ്ണും കാതും നോക്കിയിരിക്കുന്നത്. ആ ദിനം ഇനി 23-ാം തീയതിയാണ്. കോൺഗ്രസിന് തെരഞ്ഞെടുപ്പ് ഇക്കുറി നല്ലപോലെ ടെൻഷനുണ്ട്. 2024-ൽ രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥിയായിട്ട് വയനാട്ടിൽ മത്സരിച്ചപ്പോൾ 75%-ലധികം പോളിംഗ് ഉണ്ടായിരുന്നെങ്കിൽ ഇക്കുറി വയനാട്ടിൽ 6 മണിക്കുള്ളിൽ പോളിംഗ് ബൂത്തിൽ എത്തിയവർക്ക് ടോക്കൺ നൽകിയ ശേഷമാണ് ഉള്ളിലേക്ക് പ്രവേശിച്ചത്. കാരണം അത്രയേറെ കുറവായിരുന്നു. ഇത്തവണ വയനാട്ടിൽ പോളിംഗ് കുത്തിനെ ഇടിഞ്ഞ സംഭവ വികാസമാണ് വയനാട് ജനതയും വയനാടും ഇന്നലെ സാക്ഷ്യം വഹിച്ചത്. ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ വയനാട്ടിൽ പോളിംഗ് ശതമാനം 64.53% മാത്രമായി ഒതുങ്ങി. ഇതോടെ കോൺഗ്രസ് ക്യാമ്പ് കടുത്ത ആശങ്കയിലാണ്. കഴിഞ്ഞ തവണ രാഹുൽ സ്വന്തമാക്കിയ ഭൂരിപക്ഷത്തിന്റെ മുകളിലേക്ക് ഇക്കുറി നീങ്ങുമെന്ന് കരുതിയ സ്ഥാനത്താണ് പോളിംഗ് കുത്തിനെ ഇടിഞ്ഞ് ആശങ്കയ്ക്ക് ഇടയാക്കുന്നത്. 6 മാസത്തിനിടെ രണ്ടാമതും ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നതുകൊണ്ട് തന്നെ, ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് വന്നതുകൊണ്ട് തന്നെ വോട്ടർമാർക്ക് നല്ല അതൃപ്തി ഉണ്ടായിരുന്നു. ആ അതൃപ്തിയാണ് വോട്ടർമാർ വയനാട്ടിൽ ഇന്നലെ പ്രകടിപ്പിച്ചത് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കൂടാതെ രാഹുലിനെ പോലെ പ്രിയങ്കയും വയനാട് ജനതയെ വീണ്ടും വഞ്ചിക്കുമോ എന്നൊരു സംശയം അവരുടെ മനസ്സിൽ ഇല്ലാതെയില്ല. വയനാട്ടിൽ രാവിലെ മുതലുണ്ടായിരുന്ന മന്ദഗതി വൈകിട്ടും അതേപോലെ തന്നെ തുടർന്നുകൊണ്ടിരുന്നു. പോളിംഗ് സമയം വൈകിട്ട് 6-ന് പൂർത്തിയായപ്പോഴും വയനാട്ടിലെ ബൂത്തുകളിൽ നീണ്ട ക്യൂ ഒരിടത്തും കാണാൻ കഴിഞ്ഞില്ല എന്നതാണ് ശ്രദ്ധേയമായ ഒരു ഘടകം. ഉച്ചയോടെ തന്നെ വയനാട്ടിലെ ട്രെൻഡ് ഏറെക്കുറെ മനസ്സിലാക്കാൻ സാധിച്ചു എന്നത് തന്നെയാണ് ഈ പോളിംഗ് ഇടിഞ്ഞു എന്നത് പറയാനുള്ള കാരണം. അതേസമയം ചേലക്കരയിൽ റെക്കോർഡ് പോളിംഗ് ആണ് രേഖപ്പെടുത്തിക്കൊണ്ടിരുന്നത്. 6 മണിക്ക് വോട്ടിംഗ് അവസാനിച്ചിട്ടും നീണ്ട ക്യൂ ആണ് പലയിടത്തും കാണാൻ കഴിയുന്നത്. ചേലക്കരയിലെ ഏറ്റവും ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ 72.54% പോളിംഗ് രേഖപ്പെടുത്തിയത്. ഇവിടുത്തെ സാഹചര്യം കണക്കിലെടുക്കുമ്പോൾ കഴിഞ്ഞ തവണത്തെ അന്തിമ കണക്കുകൾ മറികടക്കാനാണ് സാധ്യത. 3 വർഷത്തിന് ശേഷം ചേലക്കരയിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് വോട്ടർമാർ അരയും തലയും മുറുക്കി വാശിയേറിയൊരു മത്സരമാണ് ചേലക്കരയിൽ ഇന്നലെ വോട്ടർമാർ കാഴ്ചവെച്ചത്. ഇക്കുറി പോളിംഗ് ചെയ്ത വോട്ടുകളുടെ എണ്ണത്തിൽ വലിയ കുതിപ്പാണ് ചേലക്കരയിൽ കാണാൻ സാധിച്ചത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആകെ പോൾ ചെയ്ത വോട്ടുകളുടെ എണ്ണം വൈകിട്ടോടെ തന്നെ മറികടന്നിരുന്നു എന്നതാണ് ഏറ്റവും ലഭിക്കുന്ന വിവരം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആകെ പോൾ ചെയ്യപ്പെട്ടത് 1,53,673 വോട്ടുകളാണ്. എന്നാൽ ഇന്നലെ വൈകിട്ടത്തെ കണക്ക് നോക്കുമ്പോൾ 1,54,356 വോട്ടുകളാണ് ചേലക്കരയിൽ പോൾ ചെയ്യപ്പെടുന്നത്. ഇതോടെ 3 മുന്നണികളും തികഞ്ഞ പ്രതീക്ഷയിലേക്കാണ് പോകുന്നത്. അതിനിടെ വയനാട്ടിലെ പോളിംഗ് കുത്തിനെ ഇടിഞ്ഞത് കോൺഗ്രസ് ക്യാമ്പിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട്. നിലവിൽ പോളിംഗ് കുറഞ്ഞത് പ്രിയങ്കയ്ക്ക് ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്ന് പ്രതിപക്ഷ നേതാവായ വി.ഡി. സതീശൻ കോൺഗ്രസിലെ മറ്റു നേതാക്കളെയും അണികളെയും പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. പക്ഷെ കാര്യങ്ങൾ അതല്ല പോകുന്നത്. രാഹുൽ ഗാന്ധിയുടെ പോളിംഗ് കുറഞ്ഞു എന്നത് പ്രിയങ്കയ്ക്ക് വലിയ തിരിച്ചടിയാവുന്നുണ്ട്. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് വിദേശത്ത് നിന്നുൾപ്പെടെ നിരവധി വോട്ടർമാർ നാട്ടിലെത്തിയിരുന്നുവെങ്കിൽ ഈ ഉപതെരഞ്ഞെടുപ്പിൽ അതിൽ വലിയൊരു ഇടിവ് ഉണ്ടായി എന്നതാണ് വിലയിരുത്തൽ. കൂടാതെ ഇത്തവണയും കോൺഗ്രസ് ജയിക്കുമെന്ന തിരിച്ചറിവും വോട്ടർമാരെ അകറ്റിയ ഒരു പ്രധാന ഘടകമായി മാറി. വയനാട്ടിൽ പ്രിയങ്കയുടെ ഭൂരിപക്ഷം മാത്രം തീരുമാനിക്കാനുള്ള തിരഞ്ഞെടുപ്പാണ് ഇതെന്ന് കോൺഗ്രസ് പ്രചാരണം വോട്ടർമാരെ പിന്നോട്ട് വലിച്ചു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല, അതിൽ യാതൊരു തർക്കവുമില്ല.